ഗുജറാത്തിലെ ഗോണ്ടലിൽ ഒരു 45 വയസ്സുകാരി ട്രെയിനിനടിയിൽപ്പെട്ട് മരിക്കുന്നു. തുടക്കത്തിൽ ഇതൊരു സ്വാഭാവിക മരണമാകാം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയാകാമെന്ന നിഗമനത്തിലേക്കൊക്കെ പോലീസ് എത്തിയെങ്കിലും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. അതൊരു കൊലപാതകമായിരുന്നു. കൊന്നതാകട്ടെ 25 വയസ്സുകാരനായ ഒരു യുവാവ്. കൊല്ലപ്പെട്ട 45 വയസ്സുകാരി മഞ്ജുള ബെരയെയും പ്രതി പ്രകാശ് സോളങ്കിയും കഴിഞ്ഞ 3 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു. തുടക്കത്തിലൊക്കെ ഇരുവരുടെയും ബന്ധം സാധാരണ നിലയിലാണ് പോയതെങ്കിലും കാലക്രമേണ പ്രകാശുമായുള്ള വിവാഹത്തിന് മഞ്ജുള നിർബന്ധിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിൽ നിന്നും പലപ്പോഴായി പ്രകാശ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നതും വഴക്കിടുന്നതുമൊക്കെ പതിവായിരുന്നു. മഞ്ജുളയുടെ നിർബന്ധത്തിന് വഴങ്ങാതിരുന്ന പ്രകാശ് ഇടയ്ക്കൊക്കെ അവരോട് മോശമായി പെരുമാറുകയും ശാരീരികമായും മാനസികമായും ഒക്കെ അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒടുക്കം യുവതിയുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് പ്രതിയായ പ്രകാശ് ഇവരെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചും ഇതേ കാര്യത്തെ ചൊല്ലി മഞ്ജുളയും പ്രകാശും തമ്മിൽ തർക്കത്തിലായി. തർക്കത്തിനൊടുവിൽ ട്രെയിൻ വരുന്ന സമയമായപ്പോഴേക്കും പ്രകാശ് മഞ്ജുളയെ കൂട്ടി റെയിൽവേ ട്രാക്കിനടുത്തെത്തുകയും മഞ്ജുളയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മഞ്ജുള സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ രാജ്കോട്ട് റെയിൽവേ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരുന്നു. ഗോണ്ടലിലെ വൊറക്കോട്ട റോഡ് പ്രദേശത്ത് ഒറ്റയ്ക്കായിരുന്നു ഈ മഞ്ജുള എന്ന യുവതി താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണശേഷം ആരും പെട്ടെന്നൊന്നും അന്വേഷിച്ച് എത്താതിരുന്നതും പോലീസിന് അന്വേഷണത്തിൽ വലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നു. ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മഞ്ജുളയ്ക്ക് പറ്റിയിട്ടുള്ള പരുക്കുകൾ ഒരു സാധാരണ അപകടത്തിൽ സംഭവിക്കുന്നതല്ലെന്നും അതിൽ നിന്നും വ്യത്യസ്തമാണെന്നുമുള്ള കണ്ടെത്തലുണ്ടായതോടെയാണ് ഈ അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. കൂടാതെ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പേഴ്സും മൊബൈൽ ഫോണും മരിച്ചതാരാണെന്ന് കണ്ടെത്തുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ജുള മരിച്ച വിവരം പോലീസ് അവരുടെ മകളെ അറിയിക്കുന്നത്. തുടർന്ന് മഞ്ജുളയുടെ മകൾ നൽകിയ വിവരങ്ങളാണ് പ്രതിയായ 25-കാരനായ പ്രകാശ് സോളങ്കിയിലേക്ക് പോലീസ് എത്താൻ കാരണം. ഇരുവരും 3 വർഷത്തോളമായി പ്രണയത്തിലാണെന്നും പ്രകാശിനൊപ്പമാണ് മഞ്ജുള അവസാനമായി പോയതെന്നുമുള്ള വിവരം മകളാണ് പോലീസിന് നൽകുന്നത്. തുടർന്ന് പ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. റെയിൽവേ പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിലും തുടർച്ചയായ ചോദ്യം ചെയ്യലിനും ശേഷം പ്രതി പ്രകാശ് സോളങ്കി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടൊപ്പം ഈ കൊലപാതകത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. બેનને સમજાવી ત્યાં લઈ ગયા ટ્રેક પાસે અને ચાલુ ટ્રેનમાં સાઈડમાંથી બેનને ધક્કો મારતા આ બેન ટ્રેન સાથે ભયંકર અથડાતા તેને માથામાં તથા હાથમાં ગંભીર ઇજાઓ થયેલ છે અને એનું મોત નીપજેલ છે. ഈ പ്രകാശിനെ വിവാഹം കഴിക്കണമെന്ന തീരുമാനത്തിൽ മഞ്ജുള ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മഞ്ജുളയ്ക്കൊരു മകളുണ്ട് എന്നതുമൊക്കെയായിരുന്നു പ്രകാശിനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറ്റുന്നതിനും ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചത്. അങ്ങനെയാണ് മഞ്ജുളയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ച് ട്രെയിനിന് മുന്നിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിലേക്ക് അയാളെത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.